ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൈ ഫ്രീക്വൻസി അനാലിസിസ് ഓഫ് കോമൺ എമിറ്റർ ആംപ്ലിഫയറിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ ഫ്രീക്വൻസി അനാലിസിസ് ഇപ്പോൾ ലോ ഫ്രീക്വൻസി അനാലിസിസും അതേപോലെ മിഡ് ഫ്രീക്വൻസി അനാലിസിസും നമ്മുടെ കഴിഞ്ഞു. അന്നേരം ഹൈ ഫ്രീക്വൻസിയിൽ നമ്മൾ ഇതായിരുന്നു നമ്മുടെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പം ലോ ഫ്രീക്വൻസിയിൽ ഗെയിൻ റെഡ്യൂസ് ചെയ്യുന്നതിനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിൻ്റെ എഫക്റ്റ് ആയിരുന്നു? കപ്ലിംഗ് കപ്പാസിറ്റീസിൻ്റെയും അതേപോലെ ബൈപ്പാസ് കപ്പാസിറ്ററിൻ്റെയും എഫക്റ്റ് മൂലമാണ് ലോ ഫ്രീക്വൻസി റീജിയണിൽ ഗെയിൻ കുറഞ്ഞത്. ഇനി ഹൈ ഫ്രീക്വൻസി റീജിയണിൽ ഗെയിൻ കുറയാനുള്ള റീസൺ എന്താണ്? ഈ ഒരു റീജിയണിൽ ഗെയിൻ കുറയാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ജംഗ്ഷൻ കപ്പാസിറ്റൻസിൻ്റെ എഫക്റ്റ് മൂലമാണ്. ട്രാൻസിസ്റ്ററിൻ്റെ ജംഗ്ഷൻ കപ്പാസിറ്റൻസിൻ്റെ എഫക്റ്റ് മൂലമാണ് ഹൈ ഫ്രീക്വൻസി സൈഡിൽ എന്ത് കുറയുന്നത്? ഗെയിൻ കുറയുന്നത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിനകത്തെ ഈ ഒരു ഹൈ ഫ്രീക്വൻസി റീജിയൺ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു റീജിയണിൽ ഗെയിൻ കുറയുന്നതിൻ്റെ അനാലിസിസാണ്. അപ്പോൾ നേരത്തെ നമ്മൾ ഹൈബ്രിഡ് പൈ മോഡൽ, ട്രാൻസിസ്റ്ററിൻ്റെ മോഡൽ നമുക്കിവിടെ പഠിക്കാനുള്ളത് ഹൈബ്രിഡ് പൈ മോഡലാണ്. അന്നേരം ഹൈബ്രിഡ് മോഡലിനെയും അതേപോലെ RE മോഡലിനെയൊക്കെ അപേക്ഷിച്ച് ഹൈബ്രിഡ് പൈ മോഡലിനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഹൈ ഫ്രീക്വൻസി അനാലിസിസ് ബിക്കോസ് ഇറ്റ് ഹാവ് സെർട്ടൺ പാരാമീറ്റേഴ്സ് ദാറ്റ് ക്യാൻ ബി കോമ്പാക്റ്റബിൾ ഫോർ ഹൈ ഫ്രീക്വൻസീസ്. അന്നേരം നമ്മൾ ഹൈ ഫ്രീക്വൻസി അനാലിസിസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മോഡലാണ് ഹൈബ്രിഡ് പൈ മോഡൽ. അന്നേരം ഹൈബ്രിഡ് പൈ മോഡലിൽ നമ്മളൊരു ട്രാൻസിസ്റ്ററിനെ റെപ്രസെൻറ്റ് ചെയ്തത് എന്തെല്ലാം കൊണ്ടായിരുന്നു? ഒരു ഫുൾ ട്രാൻസിസ്റ്റർ മോഡൽ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിരുന്നു. R പൈ, C പൈ, GM×V പൈ, RO, C mu ഇത്രയും കൂടെ ചേർത്തിട്ടായിരുന്നു നമ്മൾ ഫുൾ ട്രാൻസിസ്റ്റർ മോഡൽ പഠിച്ചത്. ഇനി ഇവിടെ ഒരു RMU എന്ന് പറയുന്ന ഒരു റെസിസ്റ്ററും കൂടെ വരുമായിരുന്നു, ഒരു RB എന്ന് പറയുന്ന ഒരു റെസിസ്റ്ററും കൂടെ ചേർത്തിട്ടാണ് നമ്മളൊരു ഫുൾ ട്രാൻസിസ്റ്റർ മോഡൽ ആദ്യം പഠിച്ചിരുന്നു. ഹൈബ്രിഡ് പൈ മോഡൽ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിരുന്നു. അപ്പം നമ്മൾ ഈ ഹൈബ്രിഡ് ഫുൾ ട്രാൻസിസ്റ്റർ മോഡൽ യൂസ് ചെയ്യുന്നത് ഹൈ ഫ്രീക്വൻസി അനാലിസിസ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. അന്നേരം ഇവിടെ ഉള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസിസ്റ്ററിൻ്റെ മോഡൽ നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മൾ എന്ത് വരയ്ക്കണം? ഹൈ ഫ്രീക്വൻസിക്ക് വേണ്ടിയിട്ടുള്ള ഹൈബ്രിഡ് പൈ മോഡൽ വേണം ട്രാൻസിസ്റ്ററിനെ റീപ്ലേസ് ചെയ്ത് നമ്മൾ വരയ്ക്കാൻ. ഓക്കെ, അപ്പം നമ്മുടെ കോമൺ എമിറ്റർ ആംപ്ലിഫയറിൻ്റെ ജനറൽ സർക്യൂട്ട് ഡയഗ്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്മാൾ സിഗ്നൽ മോഡലാണ് ഈ വരച്ച് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം VS, അതേപോലെ ഇവിടെയും VS, RS, അതേപോലെ RS വരച്ചു. പിന്നെ ഈ CBയും CCയും CEയും ഏത് ഫ്രീക്വൻസി അനാലിസിസിൽ മാത്രമാണ് വരുന്നത്? ലോ ഫ്രീക്വൻസി അനാലിസിസിൽ മാത്രമാണ് വരുന്നത്. ഹൈ ഫ്രീക്വൻസി അനാലിസിസിൽ എന്തിൻ്റെ എഫക്റ്റ് വരത്തില്ല? ഈ CBയുടെയും CCയുടെയും CEയുടെയും എഫക്റ്റ് വരത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാക്റ്റൻസ് ഓഫ് ദ കപ്പാസിറ്റർ XC എന്ന് പറയുന്നത് എന്താണ്? 1/jωC ആണ്. അന്നേരം എന്താ നോക്ക്, ഫ്രീക്വൻസി കൂടുമ്പോഴത്തേക്കും ഫ്രീക്വൻസി കൂടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒമേഗ കൂടുമ്പോഴത്തേക്കും റിയാക്റ്റൻസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? കുറയും. അന്നേരം റിയാക്റ്റൻസ് കുറയുന്നത് കൊണ്ട് ഈ CBയും CCയും CEയും എന്തുപോലെ ആക്ട് ചെയ്യും? ഷോർട്ട് സർക്യൂട്ട് പോലെ ആക്ട് ചെയ്യും. അതുകൊണ്ട് ഈ മൂന്നിൻ്റെയും എഫക്റ്റ് ഏതിൽ വരത്തില്ല? ഹൈ ഫ്രീക്വൻസി അനാലിസിസ് ചെയ്യുമ്പോഴത്തേക്കും വരത്തില്ല. ഇത് എന്തായിട്ട് കൺസിഡർ ചെയ്താൽ മതി? ഷോർട്ട് സർക്യൂട്ടായിട്ട് കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, ഇനി പിന്നീട് എന്താ ഉള്ളത്? R1 പാരലൽ R1 R2. ഈ R1 R2 എന്ന് പറയുന്നത് പാരലൽ കോമ്പിനേഷനാണ്. അതിനെ നമ്മൾ എന്ത് വെച്ച് ഡിനോട്ട് ചെയ്യും? RB വെച്ച് ഡിനോട്ട് ചെയ്യും. RB = R1 പാരലൽ R2. അന്നേരം ഇനി അടുത്തത് വരയ്ക്കേണ്ടത് ഈ R1 R2ൻ്റെ പാരലൽ കോമ്പിനേഷനാണ്. അതിനെ RB വെച്ച് ഡിനോട്ട് ചെയ്തു. പിന്നീട് വരുന്നത് എന്താണ്? ട്രാൻസിസ്റ്ററാണ്. അന്നേരം ഇനി നമ്മൾ വരയ്ക്കുന്നത് ഇവിടം തൊട്ട് ഈ R പൈ തൊട്ട് ഇത്രയും എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസിസ്റ്റർ ആണ്. അപ്പം നമ്മുടെ ഇത്രയും സർക്യൂട്ട് ഈ R പൈ, C പൈ, C mu, GM×V പൈ, RO ഇത്രയും എന്ന് പറയുന്നത് എന്തിന് പകരമാണ്? ട്രാൻസിസ്റ്ററിന് പകരമാണ്. നമ്മുടെ ട്രാൻസിസ്റ്റർ സർക്യൂട്ട് തന്നെയാണ് ഇത്രയും എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് പകരം നമുക്ക് എന്തെന്ന് എഴുതാം? ട്രാൻസിസ്റ്റർ എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ ട്രാൻസിസ്റ്ററാണ് വരയ്ക്കുന്നത്. R പൈ, C പൈ, C mu, GM×V പൈ, RO ഇത്രയും ഹൈ ഫ്രീക്വൻസി അനാലിസിസിന് വേണ്ടിയിട്ടുള്ള ട്രാൻസിസ്റ്ററിൻ്റെ ഹൈബ്രിഡ് പൈ മോഡലാണ്. ഇനി ട്രാൻസിസ്റ്റർ വരച്ചതിന് ശേഷം ഇത് ട്രാൻസിസ്റ്ററിൻ്റെ എന്താണ്? ബേസ്. ഇത് ട്രാൻസിസ്റ്ററിൻ്റെ ബേസ്, ഇത് ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ, ഇത് എമിറ്റർ. ഓക്കെ, അന്നേരം ഇനി ട്രാൻസിസ്റ്റർ വരച്ചതിന് ശേഷം അടുത്ത RC എന്ന് പറയുന്നത് കളക്ടറിനും ഗ്രൗണ്ടിനും അക്രോസ്. നമ്മൾ AC അനാലിസിസ് ചെയ്യുമ്പം DC സോഴ്സ് ആയിട്ടുള്ള VCC ഒക്കെ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ഗ്രൗണ്ടായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അല്ലെങ്കിൽ VCC എന്ത് ചെയ്യുന്നു എന്ന് പറയാം? ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നു എന്ന് പറയാം. അന്നേരം ഈ RC എന്ന് പറയുന്ന റെസിസ്റ്റർ കളക്ടറിനും ഗ്രൗണ്ടിനും അക്രോസ്. അന്നേരം നമ്മൾ കളക്ടറിനും ഗ്രൗണ്ടിനും അക്രോസ് ആയിട്ട് എന്ത് വെച്ചു? RC എന്ന് പറയുന്ന റെസിസ്റ്റർ വെച്ചു.
പിന്നെ ഈ സി കൺസിഡർ ചെയ്യേണ്ട. അടുത്ത RL എന്ന് പറയുന്ന റെസിസ്റ്റർ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിനും ഗ്രൗണ്ടിനും അക്രോസ്. അന്നേരം RL എന്ന് പറയുന്ന റെസിസ്റ്റർ കളക്ടറിനും ഗ്രൗണ്ടിനും അക്രോസ്. അന്നേരം എമിറ്റർ ടെർമിനൽ എന്ന് പറയുന്നത് എന്താ, ഇവിടെ ഒരു ബൈപ്പാസ് കപ്പാസിറ്റർ വെച്ച് എന്തിലോട്ട് കണക്ഷൻ വന്നിട്ടുണ്ട്, ഗ്രൗണ്ടിലോട്ട് കണക്ഷൻ വന്നിട്ടുണ്ട്. ബൈപ്പാസ് കപ്പാസിറ്റർ എന്ന് പറയുന്ന ഷോർട്ട് സർക്യൂട്ട് പോലെ ആക്ട് ചെയ്യും ഹൈ ഫ്രീക്വൻസിയിൽ. അന്നേരം എമിറ്റർ ഈസ് ഡയറക്റ്റ്ലി കണക്റ്റഡ് ടു ഗ്രൗണ്ട്. അന്നേരം ഈ എമിറ്റർ ടെർമിനൽ, ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റർ ടെർമിനൽ എന്ന് പറയുന്നത് എന്താണ്, ഗ്രൗണ്ടാണ്. അന്നേരം ഈ എല്ലാ പോയിൻറ്റും ഏതാ, ഈ കൊടുത്തിരിക്കുന്ന മൊത്തം എന്താണ്, ഗ്രൗണ്ടാണ്. അന്നേരം ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റർ ടെർമിനലും എന്താണ്, ഗ്രൗണ്ടഡ് ആണ്. സോ ദിസ് ഈസ് ദി ഹൈ ഫ്രീക്വൻസി മോഡൽ ഓഫ് കോമൺ എമിറ്റർ ആംപ്ലിഫയർ. ഇനി നമുക്ക് ഇതാണ് ഇവിടെ അനാലിസിസ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ കഴിഞ്ഞ ലെക്ചറിൽ മില്ലേസ് തിയറം എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഇവിടെ മില്ലേസ് തിയറം എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നേരം ഞാൻ പറഞ്ഞിരുന്നു ഹൈ ഫ്രീക്വൻസി അനാലിസിസിന് വേണ്ടിയിട്ടാണ് നമ്മളെന്ത് കൺസിഡർ ചെയ്യുന്നത്, മില്ലേസ് തിയറം കൺസിഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അന്നേരം ഇവിടെ നോക്കി, ഇവിടെ ഫീഡ്ബാക്ക് പാത്തിൽ Cμ എന്ന് പറയുന്ന ഒരു കപ്പാസിറ്റർ കിടക്കുന്ന കണ്ടിട്ടുണ്ട് അല്ലേ. ഒരു ഫീഡ്ബാക്ക് കപ്പാസിറ്ററായിട്ട് Cμ എന്ന് പറയുന്ന ഒരു കപ്പാസിറ്റർ കിടക്കുന്നു. ആ ബേസിനും കളക്ടറിനും അക്രോസ് ആയിട്ട് എന്ത് കിടപ്പുണ്ട്, ഒരു Cμ എന്ന് പറയുന്ന ഒരു കപ്പാസിറ്റർ കിടപ്പുണ്ട്. അന്നേരം നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം നമ്മളെ മില്ലേസ് തിയറം വെച്ചിട്ട് ഈ Cμൻ്റെ എഫക്റ്റ് ഇൻപുട്ട് സൈഡിലുള്ളതും അതേപോലെ ഈ Cμൻ്റെ എഫക്റ്റ് ഔട്ട്പുട്ട് സൈഡിലുള്ളത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ Cμനെ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യണം, മില്ലേസ് തിയറം വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഇൻപുട്ട് സൈഡിലും അതിൻ്റെ എഫക്റ്റ് എടുക്കണം, ഔട്ട്പുട്ട് സൈഡിലും അതിൻ്റെ എഫക്റ്റ് എടുക്കണം. ഓക്കെ, അന്നേരം നമുക്ക് ഇനി ഈ കപ്പാസിറ്ററിൻ്റെ എഫക്റ്റ്, ഈ Cμ എന്ന് പറയുന്ന ഈ കപ്പാസിറ്ററിൻ്റെ എഫക്റ്റ് ഇൻപുട്ട് സൈഡിൽ എങ്ങനെ വരുന്നുവെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ മില്ലേസ് തിയറം വെച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ZF എന്ന് പറയുന്ന ഒരു ഇമ്പിഡൻസിനെ മില്ലേസ് തിയറം വെച്ചിട്ട് ഇൻപുട്ട് സൈഡിലോട്ട് അതിൻ്റെ എഫക്റ്റ് എടുക്കുമ്പോഴത്തേക്കും എങ്ങനെ മാറും, ZF ഡിവൈഡഡ് ബൈ 1 - A ആയിട്ട് മാറും. അതേപോലെ മില്ലേസ് തിയറം വെച്ചിട്ട് ഈ ZF എന്ന് പറയുന്ന ആ ഒരു ഫീഡ്ബാക്ക് ഇമ്പിഡൻസിൻ്റെ എഫക്റ്റ് ഔട്ട്പുട്ട് സൈഡിലോട്ട് മാറ്റുമ്പം അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ZF ഇൻറ്റു A ബൈ A - 1 എന്ന് ആവും. ഇത് നമ്മൾ കണ്ടതാണ്, മില്ലേസ് തിയറം പഠിച്ച സമയത്ത് നമ്മളിത് കണ്ടതാണ്. അന്നേരം ഒരു കാര്യം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കപ്പാസിറ്ററിനും റെസിസ്റ്ററിനും ഡിഫറൻസ് ഉണ്ട്. എങ്ങനെയാണ് ഡിഫർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, കപ്പാസിറ്റർ ഒരു CF എന്ന് പറയുന്ന ഒരു കപ്പാസിറ്ററാണ് നമ്മൾ മില്ലേസ് തിയറം വെച്ച് മാറ്റുന്നതെങ്കിൽ അതിൻ്റെ എഫക്റ്റ് ഇൻപുട്ട് സൈഡിലോട്ട് മാറുന്ന അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് CF ഇൻറ്റു 1 - A ആയിരിക്കും. അതേപോലെ ഔട്ട്പുട്ട് സൈഡിലോട്ട് മാറുന്ന അതിൻ്റെ എഫക്റ്റ്, അതായത് CO എന്ന് പറയുന്നത് CF ഇൻറ്റു A - 1 ബൈ A ആയിരിക്കും. ഇത് ഓർത്തിരിക്കുക. അതേസമയം റെസിസ്റ്റൻസിൻ്റെ കേസിലാണെങ്കിൽ R എന്ന് പറയുന്നത് ആ ഇൻപുട്ട് സൈഡിലോട്ട് മാറുകയാണെങ്കിൽ, RF ഇൻപുട്ട് സൈഡിലോട്ട് മാറുകയാണെങ്കിൽ നമ്മുടെ ഇതേപോലെ തന്നെ RF ഡിവൈഡഡ് ബൈ 1 - Aയും, അതേപോലെ RF ഔട്ട്പുട്ട് സൈഡിലോട്ട് മാറുകയാണെങ്കിൽ RF ഇൻറ്റു A ബൈ A - 1 ആയിരിക്കും. ഓക്കെ, അതേ മാറ്റമില്ല, അത് സെയിം തന്നെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് വെച്ചാൽ, നമ്മൾ കപ്പാസിറ്ററിൻ്റെ കേസിൽ റിയാക്റ്റൻസ് എന്ന് പറയുന്നത് 1/jωc ആണ്. റിയാക്റ്റൻസ് അല്ലേ കപ്പാസിറ്ററിൻ്റെ കേസിലുള്ള റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ, റിയാക്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു കപ്പാസിറ്റൻസ് എന്ന് വെച്ചാൽ XC ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു കപ്പാസിറ്റൻസ് എന്ന് വെച്ചാൽ ഇമ്പിഡൻസ്, അവിടെയുള്ള ഇമ്പിഡൻസ് അല്ലെങ്കിൽ റിയാക്റ്റൻസ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഈ എന്താണ് 1/1 - A എന്ന് പറയുന്നതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ടാണ്, അതേപോലെ ഇവിടെ A ബൈ A - 1 എന്ന് പറയുന്നതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ടാണ് CFനെയും മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് ഇൻപുട്ട് സൈഡിലും ഔട്ട്പുട്ട് സൈഡിലും. അതാണ് ഈ ഒരു വ്യത്യാസം വരുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. കാരണം മറ്റേ റെസിസ്റ്ററിൻ്റെ കേസിലാകുമ്പോൾ ഡയറക്റ്റ്ലി ആയതുകൊണ്ട് നമുക്ക് ഈ സെയിം ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യാം. അതേസമയം കപ്പാസിറ്ററിൻ്റെ കേസിലാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫീഡ്ബാക്ക് എലമെൻറ്റിനെ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. സോ ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇവിടെ ഉള്ള ഈ ഫീഡ്ബാക്ക് കപ്പാസിറ്ററായ Cμ എന്ന് പറയുന്ന ഫീഡ്ബാക്ക് കപ്പാസിറ്റർ നമ്മൾ മില്ലേസ് തിയറം യൂസ് ചെയ്ത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് അവർ ഫസ്റ്റ് സ്റ്റെപ്പ്. അന്നേരം നമുക്ക് ഇവിടെ ആ മില്ലേസ് തിയറം വെച്ച് ഇതിൻ്റെ ഇൻപുട്ട് സൈഡിലോട്ട് വരുന്ന എഫക്റ്റ് നമുക്ക് ആദ്യം എഴുതാം. Cμൻ്റെ ഇൻപുട്ട് സൈഡിലുള്ള എഫക്റ്റ്
The capacitance reflected at input side is C1 is equal to നേരത്തെ പറഞ്ഞ രീതിയിൽ പറ C1 is equal to എങ്ങനെ എഴുതാം C1 is equal to C mu into 1 minus AV C mu into 1 minus AV where AV എന്ന് പറയുന്നത് എന്താണ് ആംപ്ലിഫയറിൻ്റെ ഗെയിനാണ് ഇത് ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയറിൻ്റെ ഗെയിനാണ് മിഡ് ബാൻഡ് ഗെയിനാണ് AV എന്ന് പറയുന്നത് AVയുടെ ഇക്വേഷൻ നമുക്കറിയാലോ എന്താണ് മൈനസ് GM ഇൻറ്റു നമ്മൾ നേരത്തെ പഠിച്ചതാണ് എന്താ മിഡ് ഫ്രീക്വൻസി അനാലിസിസിൽ പഠിച്ച ഗെയിനാണ് AV എന്ന് പറയുന്നത് മിഡ് ബാൻഡ് ഗെയിനാണ് കേട്ടോ അന്നേരം മൈനസ് GM ഇൻറ്റു RC പാരലൽ RL പാരലൽ RO ഇതാണ് AVയുടെ വാല്യൂ ഓക്കെ സോ നമുക്ക് C1 ഈ രീതിയിൽ എഴുതാം C1 is equal to എന്താണ് C mu into 1 മൈനസ് ഈ മൈനസും കൂടെ ചേർന്ന് പ്ലസ് ആവും പ്ലസ് GM ഇൻറ്റു RC പാരലൽ RL പാരലൽ RO എന്ന് എഴുതാം ഓക്കെ അന്നേരം നമ്മുടെ ഇൻപുട്ട് സൈഡിലോട്ട് ഈ കപ്പാസിറ്റർ സി മ്യൂവിൻ്റെ എഫക്റ്റ് ഇൻപുട്ട് സൈഡിലോട്ട് റിഫ്ലക്റ്റ് ചെയ്തത് നമ്മൾ കണ്ടുപിടിച്ചു അതേപോലെ ദ കപ്പാസിറ്റൻസ് റിഫ്ലക്റ്റഡ് അറ്റ് ഔട്ട്പുട്ട് സൈഡ് ഈസ് അതിനെ നമുക്ക് C2 വെച്ച് എഴുതാം C2 എന്ന് പറയുന്നത് എന്താണ് സി മ്യൂ ഇൻറ്റു AV minus 1 divided by AV minus 1 divided by AV minus 1 divided by AV approximately equal to 1 ആയിട്ട് എടുക്കാം കേട്ടോ AV minus 1 divided by AV എന്ന് പറയുന്നത് approximately equal to യൂണിറ്റി ആണെങ്കിൽ C2 approximately equal to എന്തായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം C mu ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം ഇനി നമ്മൾ ഈ C muവിനെ അന്നേരം നമ്മൾ ഇൻപുട്ട് സൈഡിലും ഔട്ട്പുട്ട് സൈഡിലും ആക്കി അതിൻ്റെ എഫക്റ്റിനെ നമ്മൾ റീപ്ലേസ് ചെയ്തു മില്ലേസ് തിയറം അപ്ലൈ ചെയ്ത് ഇനി നമ്മൾ ഈ ഇൻപുട്ട് സൈഡിലുള്ള കപ്പാസിറ്റൻസിൻ്റെ എഫക്റ്റും അതേപോലെ ഔട്ട്പുട്ട് സൈഡിലുള്ള കപ്പാസിറ്റൻസിൻ്റെ എഫക്റ്റും എങ്ങനെ ഗെയിനിനെ സ്വാധീനിക്കുന്നുവെന്ന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാം ഓക്കെ അപ്പം നമ്മൾ ഇൻപുട്ട് സൈഡും ഔട്ട്പുട്ട് സൈഡും സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കുകയാണ് അതുകൊണ്ട് ആദ്യം നമുക്ക് ഇൻപുട്ട് സൈഡ് എടുക്കാം എഫക്റ്റ് ഓഫ് ഇൻപുട്ട് കപ്പാസിറ്റൻസ് അപ്പം നമ്മുടെ ഈ സർക്യൂട്ടിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഇവിടെ ഇൻപുട്ട് സൈഡിൽ രണ്ട് റെസിസ്റ്റേഴ്സ് വരുന്നുണ്ടല്ലേ RB എന്നും RPi എന്നും പറയുന്ന രണ്ട് റെസിസ്റ്റേഴ്സ് വരുന്നുണ്ട് ഈ രണ്ട് റെസിസ്റ്റേഴ്സും ഏത് കോമ്പിനേഷനാണ് പാരലൽ കോമ്പിനേഷനാണ് അതുകൊണ്ട് നമുക്കിവിടെ RI വെച്ച് ഡിനോട്ട് ചെയ്യാം RI എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എടുക്കാം RB പാരലൽ RPi ആയിട്ട് എടുക്കാം RI is equal to RB പാരലൽ RPi എന്നെടുക്കാം ആൻഡ് CI കപ്പാസിറ്റർ ഇൻപുട്ട് സൈഡിൽ വരുന്ന കപ്പാസിറ്റർ എന്ന് വെച്ചാൽ മെയിനായിട്ടും രണ്ട് കപ്പാസിറ്റൻസ് വരുന്നുണ്ട് ഒന്ന് ഈ CPi ഉണ്ട് പിന്നെ നമ്മളിപ്പം കണ്ടുപിടിച്ച ഈ C muവിൻ്റെ ഇൻപുട്ട് സൈഡിലോട്ട് വരുന്ന എഫക്റ്റ് അതിനെ നമ്മൾ C1 വെച്ച് റെപ്രസെൻ്റ് ചെയ്തു അന്നേരം ഈ CPiയും വരുന്നുണ്ട് അതേപോലെ എന്തും വരുന്നുണ്ട് എന്താണ് ഈ C muവിൻ്റെ ഇൻപുട്ട് സൈഡിലുള്ള എഫക്റ്റ് ആയിട്ടുള്ള C1ഉം വരുന്നുണ്ട് അന്നേരം അത് രണ്ടും എന്താണ് പാരലൽ കോമ്പിനേഷനാണ് അന്നേരം കപ്പാസിറ്ററിൻ്റെ കേസിൽ പാരലൽ കോമ്പിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ആഡ് ചെയ്താൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്ററിൻ്റെ കേസിലാകുമ്പോൾ പാരലൽ കോമ്പിനേഷൻ ആകുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ എഫക്റ്റീവ് വാല്യൂ നമുക്ക് CI വെച്ച് ഡിനോട്ട് ചെയ്യാം CI ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം CPi പ്ലസ് C1 എന്ന് എഴുതാം CPi പ്ലസ് C1 അന്നേരം ഒന്നുകൂടെ പറയാം നമ്മൾ ഈ എഫക്റ്റ് ഓഫ് ഇൻപുട്ട് കപ്പാസിറ്റൻസ് ആണ് കണ്ടുപിടിക്കുന്നത് അന്നേരം നമുക്ക് ഇതിൻ്റെ ട്രാൻസിസ്റ്ററിൻ്റെ ഇൻപുട്ട് സൈഡിലുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് RPi ഇത് രണ്ടും പാരലൽ കോമ്പിനേഷനാണ് അന്നേരം RB പാരലൽ RPiക്ക് പകരം RI എന്ന് കൊടുത്തു ഇനി നമ്മൾ മില്ലേസ് തിയറം വെച്ചിട്ട് ഈ C muവിൻ്റെ എഫക്റ്റ് ഇൻപുട്ട് സൈഡിലോട്ടും C muവിൻ്റെ എഫക്റ്റ് ഔട്ട്പുട്ട് സൈഡിലോട്ടും റീപ്ലേസ് ചെയ്തു ഇൻപുട്ട് സൈഡിലോട്ട് വരുന്ന C muവിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ് C muവിൻ്റെ എഫക്റ്റ് ഇൻപുട്ട് സൈഡിലോട്ട് വരുന്നതിന് നമുക്ക് C1 വെച്ച് ഡിനോട്ട് ചെയ്യാം അങ്ങനെ ആകുമ്പോഴത്തേക്കും ഇതേ രീതിയിൽ വരും അപ്പോൾ ഒന്ന് നോക്കേ നമ്മൾ ഈ C muവിൻ്റെ എഫക്റ്റ് ഇൻപുട്ട് സൈഡിലോട്ടും അതേപോലെ ഔട്ട്പുട്ട് സൈഡിലോട്ടും മാറ്റിയപ്പോഴത്തേക്കും എങ്ങനെയാണ് വന്നത് ഈ ഒരു ഫീഡ്ബാക്ക് കപ്പാസിറ്ററിനെ റീപ്ലേസ് ചെയ്തിട്ട് പകരം C1 എന്ന് പറയുന്നത് ഇൻപുട്ട് സൈഡിലോട്ടും C2 എന്ന് പറയുന്നത് ഔട്ട്പുട്ട് സൈഡിലോട്ടും പോയി അത് മില്ലേസ് തിയറം വെച്ച് നമ്മൾ ചെയ്തതാണ് ഓക്കെ അന്നേരം എന്താ നോക്കി നമ്മുടെ ഇൻപുട്ട് സൈഡിൽ വരുന്ന റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് RB പാരലൽ RPi അതിന് നമ്മൾ RI എന്ന് കൊടുത്തു അതേപോലെ ഇൻപുട്ട് സൈഡിൽ വരുന്ന കപ്പാസിറ്റീസ് CPi പാരലൽ
എന്താണ് C1. കപ്പാസിറ്ററിൻ്റെ പാരലൽ കോമ്പിനേഷൻ്റെ എഫക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ് C5 പ്ലസ് C1 ആയിരിക്കും. ഓക്കെ, ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. പാരലലാകുമ്പം കപ്പാസിറ്റർ പാരലലാകുമ്പം എന്താണ് തമ്മിൽ ആഡ് ചെയ്താൽ മതി. അതേപോലെ റെസിസ്റ്റേഴ്സ് പാരലലാകുമ്പോഴത്തേക്കും എന്താണ് R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 എന്നുള്ള രീതിയിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. സോ നമ്മൾ മൊത്തം ഡയഗ്രത്തെയും ഈ ഒരു ഡയഗ്രത്തിൻ്റെ ഇൻപുട്ട് സൈഡ് മാത്രമാണ് എടുക്കുന്നത്. ഇൻപുട്ട് കപ്പാസിറ്റൻസിൻ്റെ എഫക്റ്റ് വരുന്നത് ഇൻപുട്ട് സൈഡിലായിരിക്കും. അതുകൊണ്ട് ഇൻപുട്ട് സൈഡ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്തു. അന്നേരം ഇൻപുട്ട് സൈഡ് കൺസിഡർ ചെയ്തപ്പോഴത്തേക്കും നമ്മൾ VS RS ഈ RB പാരലൽ RPക്ക് പകരം RI എന്ന് കൊടുത്തു. അതേപോലെ C5 പാരലൽ C1 അതിന് പകരം എന്ത് കൊടുത്തു? CI എന്ന് കൊടുത്തു. ഓക്കെ, അന്നേരം നമ്മൾ അതിൻ്റെ ഒരു ഇൻപുട്ട് സ്റ്റേജിൻ്റെ സർക്യൂട്ട് ഡയഗ്രം നമ്മൾ വരച്ചു. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് VI കണ്ടുപിടിക്കാം. അന്നേരം VI നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? VI ഈസ് ഈക്വൽ ടു VI എന്ന് പറയുന്നത് ഇവിടുത്തെ വോൾട്ടേജാണ്. അന്നേരം വോൾട്ടേജ് ഡിവിഷൻ റൂൾ അനുസരിച്ച് മെയിൻ വോൾട്ടേജ് ഇൻറ്റു എവിടുത്തെ വോൾട്ടേജാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? അവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. അന്നേരം നമുക്ക് മെയിൻ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? മെയിൻ വോൾട്ടേജ് എന്ന് പറയുന്നത് VS ഇൻറ്റു റെസിസ്റ്റൻസ് ഇൻ ദിസ് ബ്രാഞ്ച്. എവിടുത്തെയാണ് നമുക്ക് വോൾട്ടേജ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് VIL കണ്ടുപിടിക്കേണ്ടത്. അന്നേരം അവിടുത്തെ റെസിസ്റ്റൻസിൻ്റെ എഫക്റ്റീവ് എന്ന് വെച്ചാൽ RI പാരലൽ 1/j⍵CI ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ RS പ്ലസ് RI പാരലൽ 1/j⍵CI. സോ ദാറ്റ് ഈസ് ദി ഇക്വേഷൻ ഫോർ VI. ഇനി ഇതിൻ്റെ ഈ പാരലൽ കോമ്പിനേഷൻ്റെ എഫക്റ്റീവ് നമുക്ക് കണ്ടുപിടിക്കാം. എഫക്റ്റീവ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാം വിച്ച് ഈസ് ഈക്വൽ ടു VS ഇൻറ്റു R1 പാരലൽ R2 എങ്ങനെയാണ്? R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 അല്ലേ. അതേപോലെ RI ഇൻറ്റു 1/j⍵CI. നമ്മൾ ഇതാണ് ഇക്വേഷൻ കേട്ടോ. R1 പാരലൽ R2 രണ്ട് റെസിസ്റ്ററിൻ്റെ പാരലൽ കോമ്പിനേഷൻ ആകുമ്പോൾ R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ആ രീതിയിലാണ് ഇവിടെ ചെയ്യുന്നത്. അന്നേരം RI ഇൻറ്റു 1/j⍵CI ഡിവൈഡഡ് ബൈ RI പ്ലസ് 1/j⍵CI. ഓക്കെ, ഡിവൈഡഡ് ബൈ RS പ്ലസ് RI ഇൻറ്റു 1/j⍵CI ഡിവൈഡഡ് ബൈ RI പ്ലസ് 1/j⍵CI എന്ന് എഴുതാം. ഓക്കെ, അപ്പം നമ്മൾ ഇത്ര എഴുതിയതിന് ശേഷം ഇതാ നോക്കേ, VS ഇൻറ്റു RI ഡിവൈഡഡ് ബൈ j⍵CI ഡിവൈഡഡ് ബൈ ഇവിടുത്തെ LCM എടുക്കുന്നു, j⍵CI എന്ന് പറയുന്ന LCM എടുക്കുന്നു. അന്നേരം j⍵CI ഇൻറ്റു RI പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ j⍵CI. ഡിനോമിനേറ്ററിലും ഈ ഒരു സംഭവത്തിന് സെയിം തന്നെയാണ് നടക്കുന്നത്. RS പ്ലസ് RI ഡിവൈഡഡ് ബൈ j⍵CI ഹോൾ ഡിവൈഡഡ് ബൈ j⍵CI RI പ്ലസ് 1 ഡിവൈഡഡ് ബൈ j⍵CI. ഈ j⍵CIയും ഈ j⍵CIയും ക്യാൻസലായിപ്പോയി. അപ്പോൾ നമുക്ക് റിസൾട്ടിങ് ഇക്വേഷൻ ഇതേപോലെ വരും. VS ഇൻറ്റു RI ഡിവൈഡഡ് ബൈ 1 പ്ലസ് j⍵RI⍵CI ഓക്കെ ഹോൾ ഡിവൈഡഡ് ബൈ RS പ്ലസ് RI ബൈ 1 പ്ലസ് j⍵RI⍵CI. ഓക്കെ, അന്നേരം നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി ഇവിടെ ഈ ഡിനോമിനേറ്ററിൽ 1 പ്ലസ് j⍵RI⍵CI എന്ന് പറയുന്നത് LCM ആയിട്ട് എടുക്കാം. അപ്പം ഡിനോമിനേറ്ററിൽ 1 പ്ലസ് j⍵RI⍵CI എന്ന് പറയുന്ന LCM ആയിട്ട് എടുക്കുമ്പോഴത്തേക്കും ഇതേപോലെ വരും. VS ഇൻറ്റു ന്യൂമറേറ്റർ ആദ്യം എഴുതാം, RI ഡിവൈഡഡ് ബൈ 1 പ്ലസ് j⍵RI⍵CI ഹോൾ ഡിവൈഡഡ് ബൈ RS ഇൻറ്റു 1 പ്ലസ് j⍵RI⍵CI പ്ലസ് RI LCM ആയിട്ട് എടുത്തേക്ക് വന്നേ 1 പ്ലസ് j⍵RI⍵CI. അന്നേരം ഈ ഒരു 1 പ്ലസ് j⍵RI⍵CIയും ഈ ഒരു 1 പ്ലസ് j⍵RI⍵CIയും ക്യാൻസലായി പോകും. പിന്നെ നമുക്ക് ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. VI ഈസ് ഈക്വൽ ടു VS ഇൻറ്റു
Ri divided by Rs into 1 plus j omega Ri Ci plus Ri എന്ന് എഴുതാം. ഇനി നമുക്ക് ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് ഞാൻ എഴുതുകയാണ്. വി ഐ ഈസ് ഈക്വൽ ടു വി എസ് ഇൻറ്റു ആർ ഐ ഡിവൈഡഡ് ബൈ ആർ എസ് കൊണ്ട് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ആർ എസ് പ്ലസ് ജെ ഒമേഗ ആർ ഐ ആർ എസ് സി ഐ പ്ലസ് ആർ ഐ എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇതാ നോക്കേ, ഇനി ഈ ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. വി ഐ is equal to Vs into Ri divided by ഈ ആർ എസും ഈ ആർ ഐയും കൂടെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുന്നു. അന്നേരം നമുക്ക് ആർ ഐ പ്ലസ് ആർ എസ് എന്ന് എഴുതാം. അത് മൊത്തത്തിൽ അങ്ങ് കോമൺ ആയിട്ട് എടുക്കുന്നു. ഈ ആർ ഐ പ്ലസ് ആർ എസ് എന്ന് പറയുന്നത് മൊത്തത്തിൽ കോമൺ ആയിട്ട് എടുത്താൽ ഈ ആർ എസിനും ആർ ഐക്കും പകരം നമുക്ക് ഒരു 1 ഇട്ട് കൊടുക്കാം. ഈ ഒരു ടേമിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും? ഈ ആർ ഐ പ്ലസ് ആർ എസ് കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. അന്നേരം 1 പ്ലസ് ജെ ഒമേഗ ആർ ഐ ആർ എസ് സി ഐ ഡിവൈഡഡ് ബൈ ആർ ഐ പ്ലസ് ആർ എസ് ഡിവൈഡഡ് ബൈ ആർ ഐ പ്ലസ് ആർ എസ് എന്ന് എഴുതി. ഇനി നോക്കേ, നമുക്ക് ഈ ഒരു ഇക്വേഷനെ ഇത് നമുക്ക് ഈ രീതിയിൽ കിട്ടി. ഇനി നോക്കേ, ദാ ഇതിൽ നിന്നും നമുക്ക് വി ഐ ഈസ് ഈക്വൽ ടു വി എസ് ഇൻറ്റു ആർ ഐ ഡിവൈഡഡ് ബൈ ആർ ഐ പ്ലസ് ആർ എസ് ഇൻറ്റു 1 പ്ലസ് ജെ ഒമേഗ ഇൻറ്റു ആർ ഐ ആർ എസ് ഡിവൈഡഡ് ബൈ ആർ ഐ പ്ലസ് ആർ എസ് ഇൻറ്റു സി ഐ എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മുടെ വോൾട്ടേജ് ഗെയിൻ അറ്റ് ഹൈ ഫ്രീക്വൻസി വോൾട്ടേജ് ഗെയിനുള്ള ഇക്വേഷൻ എ എച്ച് ഓഫ് എഫ്. ഹൈ ഫ്രീക്വൻസി വോൾട്ടേജ് ഗെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഗെയിൻ എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടാണ്. വി ഔട്ട് ബൈ വി എസ് ആണ് നമ്മുടെ ഗെയിൻ അല്ലേ? ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് വി എസ് ആണ്. അന്നേരം വി ഔട്ട് ബൈ വി എസിനെ നമ്മൾ നേരത്തെയൊക്കെ സ്പ്ലിറ്റ് ചെയ്തല്ലോ. എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? വി ഔട്ട് ബൈ വി ഐ ഇൻറ്റു വി ഐ ബൈ വി എസ് എന്ന് നമ്മൾ എഴുതാറില്ലേ? വി ഔട്ട് ബൈ വി ഐ ഇൻറ്റു വി ഐ ബൈ വി എസ് എന്ന് നമുക്ക് എഴുതാം. നമുക്കറിയാം വി ഔട്ട് ബൈ വി ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ മിഡ് ബാൻഡ് ഗെയിൻ ആണ്. വി ഔട്ട് ബൈ വി ഐ എന്ന് പറയുന്നത് എന്താണ്? മിഡ് ബാൻഡ് ഗെയിൻ ആണ്. അപ്പോൾ മിഡ് ബാൻഡ് ഗെയിനിനുള്ള ഇക്വേഷൻ എന്താണ്? മിഡ് ബാൻഡ് ഗെയിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു മിഡ് ബാൻഡ് ഗെയിൻ വി ഔട്ട് ബൈ വി ഐക്ക് പകരം നമുക്ക് എന്തെന്ന് എഴുതാം? മൈനസ് ജി എം ഇൻറ്റു ആർ ഒ പാരലൽ ആർ സി പാരലൽ ആർ എൽ എന്ന് എഴുതാം. വി ഔട്ട് ബൈ വി ഐക്ക് പകരം നമുക്ക് മിഡ് ബാൻഡ് ഗെയിൻ്റെ ഇക്വേഷൻ എഴുതാം. മൈനസ് ജി എം ഇൻറ്റു ആർ ഒ പാരലൽ ആർ സി പാരലൽ ആർ എൽ എന്ന് എഴുതാം. ഇൻറ്റു വി ഐ ബൈ വി എസിന് പകരം നമ്മളിപ്പം കണ്ടുപിടിച്ച വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമുക്ക് ഇതിൽ നിന്ന് വി ഐ ബൈ വി എസ് കിട്ടത്തില്ലേ? വി ഐ ബൈ വി എസ് എന്ന് പറയുമ്പോൾ ഇത്രയും ടൈം വരും അല്ലേ? നമുക്ക് അത് എഴുതണം. വി ഐ ബൈ വി എസിന് പകരം ദാ ആർ ഐ ഡിവൈഡഡ് ബൈ ആർ ഐ പ്ലസ് ആർ എസ് ഇൻറ്റു ആർ ഐ പ്ലസ് ആർ എസ് ഇൻറ്റു എന്താണ്? 1 പ്ലസ് ജെ ഒമേഗ ആർ ഐ ആർ എസ് ഡിവൈഡഡ് ബൈ ആർ ഐ ആർ എസ് ഇൻറ്റു സി ഐ ഡിവൈഡഡ് ബൈ ആർ ഐ പ്ലസ് ആർ എസ്. അന്നേരം നമ്മൾ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ without using bypass capacitor, common emitter configuration using bypass capacitor, gain considering source resistance എന്നുള്ള ഇക്വേഷൻ ആണ് മൈനസ് ജി എം ഇൻറ്റു ആർ ഒ പാരലൽ ആർ സി പാരലൽ ആർ എൽ ഇൻറ്റു ആർ ഐ ഡിവൈഡഡ് ബൈ ആർ ഐ പ്ലസ് ആർ എസ്. സോഴ്സ് റെസിസ്റ്റൻസും കൂടെ കൺസിഡർ ചെയ്തപ്പോൾ ഉള്ള മിഡ് ബാൻഡ് ഗെയിനിനുള്ള ഇക്വേഷൻ ആണ് ദാ ഇത്രയും ടൈം അല്ലേ? അന്നേരം ഇത്രയും ടൈമിന് പകരം നമുക്ക് എന്തെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും? എ എം എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അന്നേരം ഇത്രയും ടീമിന് പകരം നമുക്ക് എന്തെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും? എ എം എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. കാരണം മൈനസ് ജി എം ഇൻറ്റു ആർ ഒ പാരലൽ ആർ സി പാരലൽ ആർ എൽ ഇൻറ്റു ആർ ഐ ഡിവൈഡഡ് ബൈ ആർ ഐ പ്ലസ് ആർ എസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? മിഡ് ബാൻഡ് ഗെയിൻ തന്നെയാണ്. സോ നമുക്ക് ഇത്രയും ടൈമിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? എ എം എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമുക്ക് ഈ ഇക്വേഷൻ ഇതേ രീതിയിൽ എഴുതാം. ഇത്രയത്തിന് പകരം ഞാൻ എ എം എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, അന്നേരം എ എം divided by 1 plus j into ഒമേഗയ്ക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 2πf എന്ന് കൊടുക്കാം അല്ലേ? ഒമേഗയ്ക്ക് പകരം 2πf എന്ന് കൊടുക്കാം. ഒമേഗയ്ക്ക് പകരം 2πf കൊടുത്തു.
ഇനി ഇതാ നോക്കേ, RI RS ഡിവൈഡഡ് ബൈ RI പ്ലസ് RS. നമ്മൾ R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 എന്ന് പറയുമ്പോൾ എന്താണ്? R1 പാരലൽ R2 ആണ്. അന്നേരം ഇതെന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? RI പാരലൽ RS ആണ്. അന്നേരം RI RS ഡിവൈഡഡ് ബൈ RI പ്ലസ് RS എന്ന് പറയുന്നതിന് പകരം നമുക്ക് എന്തെന്ന് കൊടുക്കാം? RI പാരലൽ RS എന്ന് കൊടുക്കാം. അന്നേരം 1 ബൈ AM ഡിവൈഡഡ് ബൈ 1 പ്ലസ് J ഇൻറ്റു 2πf ഇൻറ്റു RI പാരലൽ RS ഇൻറ്റു CI എന്ന് നമുക്ക് എഴുതാം. ഇതിനെ ഞാൻ എന്താ ഇങ്ങനെ അങ്ങ് എഴുതുന്നു, AM ഡിവൈഡഡ് ബൈ 1 പ്ലസ് J ഇൻറ്റു F ബൈ FH1. 1 plus J into F by FH1, where FH1 is equal to, ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ എഫ് മാത്രം നമ്മൾ എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഇത്രയും ടേമിന് പകരം, ബാക്കിയുള്ള ഈ ഇത്രയും ടേമിന് പകരമാണ് എന്ത് കൊടുത്തത്? FH1 എന്ന് കൊടുത്തത്. അന്നേരം FH1 എന്ന് പറയുന്നത് എന്തായിരിക്കും? FH1 എന്ന് പറയുന്നത് 1 by FH1 where FH1 is equal to 1 divided by 1 by 2pi into RI parallel 1 by 2pi into RI parallel RS into CI, where FH1 is equal to 1 by 2pi RI parallel RS into CI. So this is the effect of എന്താണ്? ഇൻപുട്ട് കപ്പാസിറ്റൻസിൻ്റെ എഫക്റ്റാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇതേപോലെ നമുക്ക് എന്തിൻ്റെയും എഫക്റ്റ് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്? ഔട്ട്പുട്ട് കപ്പാസിറ്റൻസിൻ്റെ എഫക്റ്റും കണ്ടുപിടിക്കേണ്ടതായിട്ട് ഉണ്ട്. ഇനി അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എഫക്റ്റ് ഓഫ് ഔട്ട്പുട്ട് കപ്പാസിറ്റൻസ് ആണ്. അതായത് നമ്മൾ നേരത്തെ എന്താണ് CMU എന്ന് പറയുന്ന ഒരു കപ്പാസിറ്റൻസിൻ്റെ എഫക്റ്റ് എന്താണ് ഔട്ട്പുട്ട് സൈഡിലോട്ട് നമ്മൾ വരച്ചിരുന്നു അല്ലേ? CMUവിൻ്റെ ഔട്ട്പുട്ട് സൈഡിൽ വരുന്ന എഫക്റ്റിനെ നമ്മൾ എന്താ വെച്ച് റെപ്രസെൻ്റ് ചെയ്തു? C2 എന്ന് പറയുന്ന ഒരു വാല്യൂ വെച്ച് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തായിരുന്നു. അന്നേരം നമുക്ക് ഔട്ട്പുട്ട് സൈഡ് ഇവിടെ നമ്മൾ അനാലിസിസ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ഔട്ട്പുട്ട് സൈഡ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. അന്നേരം ഔട്ട്പുട്ട് സൈഡിനെ നമുക്കൊന്ന് വരച്ചെടുക്കാം. ഔട്ട്പുട്ട് സൈഡ് നോക്കുമ്പോഴത്തേക്കും ആദ്യം എന്തുണ്ട്? നമ്മുടെ കറണ്ട് സോഴ്സ് ആയിട്ടുള്ള എന്തുണ്ട്? GM ഇൻറ്റു Vπ എന്ന് പറയുന്ന കറണ്ട് സോഴ്സ് ഉണ്ട്. പിന്നെ കറണ്ട് സോഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആയിട്ടുള്ള RO എന്ന് പറയുന്ന ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഉണ്ട്. പിന്നെ ഇത് കൂടാതെ എന്താണ് നമ്മളെ ഈ CMUവിൻ്റെ എഫക്റ്റ് നമ്മൾ ഔട്ട്പുട്ട് സൈഡിലോട്ട് മാർക്ക് ചെയ്തു. അതിനെ നമ്മൾ C2 എന്ന് റെപ്രസെൻ്റ് ചെയ്തു. അന്നേരം ആ C2 ഉണ്ട്, C2. പിന്നെ ട്രാൻസിസ്റ്ററിൻ്റെ RC എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററിൻ്റെ അല്ല കളക്ടർ റെസിസ്റ്റൻസ് ആയിട്ടുള്ള RC എന്ന് പറയുന്ന റെസിസ്റ്ററുണ്ട്. RL എന്ന് പറയുന്ന ഒരു റെസിസ്റ്ററുമുണ്ട്. അന്നേരം ഇത്രയുമായിരുന്നു നമ്മുടെ ഔട്ട്പുട്ട് സൈഡ് അല്ലേ? അന്നേരം നമ്മൾ ഇതാണ് ഇനി അനാലിസിസ് ചെയ്യുന്നത്, എഫക്റ്റ് ഓഫ് കപ്പാസിറ്റർ ഓൺ ഔട്ട്പുട്ട് സൈഡ്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ RO, RC, RL ഇത്രയും റെസിസ്റ്റേഴ്സ് എന്ത് കോമ്പിനേഷനാണ്? പാരലൽ കോമ്പിനേഷനാണ്. അതുകൊണ്ട് നമുക്ക് എഴുതാം ഹിയർ R ടോട്ടൽ റെസിസ്റ്റൻസ്. R എന്ന് പറയുന്നത് നമുക്ക് എന്തിൻ്റെയൊക്കെ പാരലൽ കോമ്പിനേഷനായിട്ട് എഴുതാം? RC പാരലൽ RO പാരലൽ RL ആയിട്ട് എടുക്കാം. ഓക്കെ. ആൻഡ് C2 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? CMU തന്നെയാണ് അല്ലേ? C2 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? നമ്മൾ നേരത്തെ കണ്ടതാണ്. C2 എന്ന് പറയുന്നത് CMU തന്നെയാണ്. രണ്ടും ഒരേ വാല്യൂ ആണ്. അപ്രോക്സിമേറ്റ് ചെയ്തായിരുന്നു നമ്മൾ നേരത്തെ മിഡ്ലേസ് തിയറം വെച്ച് C2 എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിച്ചപ്പോൾ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്തു. ഓക്കെ. അന്നേരം നമുക്ക് ഇതിനെ നമുക്കൊന്ന് റീഡ്രോ ചെയ്യാം. അപ്പോൾ റീഡ്രോ ചെയ്യുമ്പോഴത്തേക്കും എന്തൊക്കെ മതി? GM ഇൻറ്റു Vπ പിന്നെ എന്ത്? ഈ എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്ക് R വെച്ച് വരയ്ക്കാം. അന്നേരം R എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് R, പിന്നെ ഈ C2 എന്ന് പറയുന്ന ഈ ഒരു കപ്പാസിറ്റൻസ് C2. ഓക്കെ. അന്നേരം ഇവിടെ ഉണ്ടാവുന്ന അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഇതൊരു RC കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ. അന്നേരം RC കമ്പോണൻറ്റ് മൂലമുണ്ടാകുന്ന അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി നമുക്ക് എഴുതാം FH2, ദ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഡ്യൂ ടു C2 മൂലമുണ്ടാകുന്ന അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ. Rഉം Cയും
ഈ റെസിസ്റ്ററും കപ്പാസിറ്ററും കൂടെ മേക്ക് ചെയ്യുന്ന ഫ്രീക്വൻസിക്കുള്ള ഇക്വേഷൻ എന്താണ്? FH2 is equal to 1/2π RC. അന്നേരം RCക്ക് പകരം C2. FH2 is equal to 1/2π RC2, അല്ലെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം, C2 എന്ന് പറയുന്നത് എന്താണ്? Cmu ആയതുകൊണ്ട് 1/2π RCmu എന്നും എഴുതാം. ഓക്കെ, 1/2π RCmu. അന്നേരം നമുക്ക് FH1 എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് എന്തായിരുന്നു? FH1 എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് ഇൻപുട്ടിൻ്റെ സൈഡിലുള്ള കപ്പാസിറ്റൻസിൻ്റെ എഫക്റ്റ് മൂലമുണ്ടാകുന്ന ഫ്രീക്വൻസിക്ക് ഉണ്ടാകുന്ന വേരിയേഷൻ അല്ലേ? കട്ട് ഓഫ് ഫ്രീക്വൻസിയാണ് FH1. അതേപോലെ FH2 എന്ന് പറയുന്നത് എന്താ? ഈ C2-നുണ്ടാകുന്ന വേരിയേഷൻ മൂലമുണ്ടാകുന്ന കട്ട് ഓഫ് ഫ്രീക്വൻസി അല്ലേ? അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസിയാണ് FH2 എന്ന് പറയുന്നത്. സോ നമുക്ക് ഇതിൽ നിന്നും നമുക്ക് നമ്മുടെ ഓവറാൾ ഗെയിൻ എന്ന് പറയുന്ന AH of Fനെ നമുക്ക് മോഡിഫൈ ചെയ്ത് എഴുതാം. സോ വി ക്യാൻ മോഡിഫൈ അവർ ഓവറാൾ ഗെയിൻ യൂസിങ് ദിസ് ഇക്വേഷൻ AH of F is equal to AM divided by 1 plus J into F by FH1. നേരത്തെ ഇത്രയും വരെ അല്ലായിരുന്നു എഴുതിയത്, അതിൻ്റെ കൂടെ ഇതും കൂടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1 plus J into F divided by FH2 എന്ന് നമുക്ക് എഴുതാം. കൂടാതെ നമുക്ക് കിട്ടുന്ന ഓവറാൾ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി that is FH വെച്ച് നമുക്ക് ഡിനോട്ട് ചെയ്യാം. FH എന്ന് പറയുന്നത് 1 divided by square root of 1/FH1 the whole square plus 1/FH2 the whole square ആയിരിക്കും. 1/FH1 the whole square plus 1 by square root of 1/FH1 the whole square plus 1/FH2 the whole square ആയിരിക്കും ഓവറാൾ എന്ത് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഗെയിൻ മിഡ് ബാൻഡ് ഗെയിനിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മിഡ് ബാൻഡ് ഗെയിൻ ഡിവൈഡഡ് ബൈ ഈ ഒരു വാല്യൂ വന്നിരിക്കുന്നു. സോ ഓവറാൾ ഗെയിൻ ഈസ് റെഡ്യൂസസ് ഇൻ ഹൈ ഫ്രീക്വൻസി ഡ്യൂ ടു ദ എഫക്റ്റ് ഓഫ് ജംഗ്ഷൻ കപ്പാസിറ്റൻസ്. അന്നേരം ഈ ജംഗ്ഷൻ കപ്പാസിറ്റൻസിൻ്റെ എഫക്റ്റ് മൂലം ഓവറാൾ ഗെയിൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസിയിൽ ഗെയിൻ റെഡ്യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ദിസ് ഈസ് ദി അനാലിസിസ് ഓഫ് ഹൈ ഫ്രീക്വൻസി അനാലിസിസ് ഫോർ എ കോമൺ എമിറ്റർ ആംപ്ലിഫയർ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത സെഷനുമായി കാണാം. സീ യു.